സംഘടനയായ അമ്മയിലെ ആഭ്യന്തര കലഹം പുതിയൊരു തലത്തിലേക്ക്. സംഘടനയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയും നടിയുമായ അൻസിബ ഹസൻ തനിക്കെതിരെ നടന്നതായി പറയുന്ന വ്യക്തിഹത്യകൾക്കും പോലീസ് നടപടികൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നു. നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയെ വരെ സമീപിക്കാൻ തയ്യാറാണെന്ന് അൻസിബ വ്യക്തമാക്കിയത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ വിവാദങ്ങളുടെ അടിസ്ഥാന കാരണം അൻസിബ ഹസനും സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മി പ്രിയയും തമ്മിലുള്ള കടുത്ത വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ്. വാട്സാപ്പിലൂടെ കൈമാറിയ സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായ തർക്കം പിന്നീട് വഷളാവുകയും തുടർന്ന് ലക്ഷ്മി പ്രിയ പോലീസിൽ പരാതി നൽകുകയും ചെയ്തതോടെയാണ് സംഭവം വലിയൊരു നിയമപ്രശ്നമായി മാറിയത്. ഈ പരാതിയുടെ ഭാഗമായി അൻസിബ ഹസനെ തൃപ്പൂണിത്തറ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ സ്റ്റേഷനിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് അൻസിബ ആരോപിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ താൻ എത്തിയപ്പോൾ തനിക്ക് ഒട്ടും സമ്മതമില്ലാത്ത സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവ്വം മാപ്പ് എഴുതി വാങ്ങുകയായിരുന്നുവെന്നും അങ്ങേയറ്റം അപമാനകരമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന പെരുമാറ്റമെന്നും അവർ തുറന്നടിക്കുന്നു. തന്നോടൊരു കുറ്റവാളിയോടെന്ന പോലെയല്ല, അതിലും മോശമായാണ് പോലീസ് പെരുമാറിയതെന്നും തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് അവിടെ നടന്നതെന്നും അൻസിബ വെളിപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ താരങ്ങൾക്കിടയിലുള്ള ഈ തർക്കം പോലീസ് സംവിധാനത്തെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് വളരുകയാണ്. തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തി നിർബന്ധപൂർവ്വം മാപ്പെഴുതി വാങ്ങുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് അൻസിബ ഹസൻ ഉന്നയിക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിലാണ് താൻ ഖേദപ്രകടനം എഴുതി നൽകാൻ നിർബന്ധിതയായതെന്ന് അവർ വെളിപ്പെടുത്തുന്നു. കൂടാതെ താൻ എഴുതി നൽകിയ ഖേദപ്രകടനത്തിൽ തന്റെ അറിവോ സമ്മതമോ കൂടാതെ SI രേഷ്മ 2 വരികൾ കൂടി കൂട്ടിച്ചേർത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്ന നടപടിയല്ലെന്നും അൻസിബ കുറ്റപ്പെടുത്തുന്നു. സ്റ്റേഷനിൽ വെച്ച് നടി ലക്ഷ്മി പ്രിയ തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയെന്നും തനിക്ക് വിവാഹവും കുട്ടികളും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് അധിക്ഷേപിച്ചു എന്നും അവർ ആരോപിക്കുന്നു. തന്റെ പേരുപയോഗിച്ച് മതപരമായ വിവേചനത്തിന് ശ്രമം നടന്നെന്നും ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നും അൻസിബ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച് ഒരു കുറ്റവാളിയോട് എന്ന പോലെയാണ് പെരുമാറിയതെന്നും ഇത്തരം നടപടികൾ തന്റെ അന്തസ്സിനെ മുറിപ്പെടുത്തിയെന്നും അൻസിബ ആരോപിക്കുന്നു. അൻസിബയുടെ ആരോപണങ്ങളെ ലക്ഷ്മി പ്രിയ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അൻസിബയിൽ നിന്ന് ലഭിച്ച അനുചിതമായ സന്ദേശങ്ങൾ തന്റെ കുടുംബജീവിതത്തെ ബാധിച്ചതിനാലാണ് നിയമ നടപടി സ്വീകരിച്ചതെന്ന് ലക്ഷ്മി പ്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പക്കൽ ഇതിനുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും സ്റ്റേഷനിൽ അൻസിബ 1 മണിക്കൂർ 17 മിനിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മി പ്രിയ വ്യക്തമാക്കി. അൻസിബയുടെ പരാതിയിൽ തൃക്കാക്കര ACP അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയതായാണ് സൂചന. ഈ റിപ്പോർട്ടിനെതിരെയാണ് അൻസിബയുടെ പുതിയ നിയമ പോരാട്ടം. അമ്മ സംഘടനയ്ക്കും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് അൻസിബ വിമർശിക്കുന്നു. കുറ്റാരോപിതർ തന്നെ വിധികർത്താക്കളായിരിക്കുന്ന ഒരു സമിതിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. സ്വതന്ത്രരായ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംഘടനയിൽ നിന്ന് മറുപടിയൊന്നും ലഭിച്ചില്ല. നടൻ ടിനി ടോമിനെതിരെയും അൻസിബ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു സാമൂഹ്യ വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുതിയ ഭരണസമിതി അധികാരമേറ്റെങ്കിലും സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ടിനി ടോം, അൻസിബ, ലക്ഷ്മി പ്രിയ തുടങ്ങിയവർ തമ്മിലുള്ള തർക്കങ്ങൾ സംഘടനയുടെ അടിത്തറയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ജൂൺ 21 നടക്കാനിരിക്കുന്ന ജനറൽ ബോഡി യോഗത്തിന് മുൻപായി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ചില മുതിർന്ന ഭാരവാഹികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് നീതി ലഭിക്കും വരെ പിന്നോട്ടില്ലെന്ന് അൻസിബ ഹസൻ ആവർത്തിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ലക്ഷ്മി പ്രിയക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന അൻസിബ നീതി ലഭ്യമായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ താൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു. വ്യാജ പരാതി നൽകി തന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അന്തരീക്ഷത്തെക്കുറിച്ചും വലിയ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസ് ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നത് സിനിമാ ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.